അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ താമരല്ല, നമ്മളെ ഫെൻലോസിസിൻ്റെ വെറൈറ്റി അത് പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ പൊയ്യ ജഡ്ജി മുക്കുന്നിട്ടുള്ള സ്ഥലത്തായിരുന്നു പ്ലാന്റ് ചെയ്യാനുള്ളത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ വീട്ടിൽ പ്ലാന്റുകൾ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. താമര ആയാലും ഈ ഓർക്കിഡായാലും നമ്മൾ എടുത്ത് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വല്ല പാർക്കല്ല അങ്ങനെ എന്തെങ്കിലും വല്ല വിശേഷപ്പെട്ട ഇതിലൊക്കെ വീടൊന്ന് ഡെക്കറേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സെറ്റിങ് ചാർജ് ചെറിയൊരു തുകയും പിന്നെ പ്ലാന്റിൻ്റെ പൈസയും അത്രയും നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഇതാണ് അവർ വീട്ടിലേക്ക് 5 പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെൻലോസിന് നല്ല വെറൈറ്റികളായിരുന്നു. നല്ല ഹെൽത്തിയുള്ള നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി കണ്ടില്ല. നല്ല ശരിക്കൊരു ബട്ടർഫ്ലൈയുടെ പോലെ തന്നെ ഷേപ്പുള്ള ഒരു 5-6 മാസമൊക്കെ ഫ്ലവർ കൊഴിയാണ്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഫെൻലോസിസ്. അത്യാവശ്യം മാർക്കറ്റ് നല്ല റേറ്റുള്ള പ്ലാന്റുമാണ്. ഒരു 1000 രൂപ താഴെ റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലാന്റിലുള്ള മോസ് കുറച്ച് ഒഴിവാക്കണം. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതില്ല കുറച്ച് പ്ലാന്റുകൾ മോസ് ഒഴിവാക്കുന്നത്. ഞാൻ നട്ട് പിടിപ്പിക്കുന്ന രീതിയാണിത്. പലരും പല ടൈപ്പിൽ നടണത്. എനിക്ക് കുറച്ചുകൂടി സക്സസ് ആയി തോന്നിയിട്ടുള്ള രീതിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ പ്ലാന്റ് ഇതേപോലെ ആർക്കും സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം, നമ്മൾ അറിയണ ആരെങ്കിലും വീട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിൽ ഡാമേജ് ആയിട്ടുള്ള കുറച്ച് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞ് സാഫിലൊക്കെ മുക്കി ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് നമ്മൾ പ്ലാന്റ് വാങ്ങിച്ച ഒരു ടീമാണ് ഇവർക്ക് എൻ്റെ നമ്പർ കൊടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഈ ചെറിയ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ കുറേയൊക്കെ വളരെ ബോറെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ സംസാരം ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നാലും നമ്മളെപ്പോലത്തെ ചെറിയ രീതിയിൽ വീഡിയോ ചെയ്തിടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന് അറിയണതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണ പോട്ടിങ് രീതിയിലാണിത്. ഞാൻ ശരിക്കും മറ്റേ കൈക്കിട്ടിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഫെൻലോസിസ് പോട്ട് ചെയ്യണത്. അവിടെ ചെന്നപ്പോൾ ഒരു കൈജി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇവൻ്റെ കൊക്കോ ബിറ്റ് കൂടി സെറ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കൈജി നിറച്ച് ഫില്ല് ചെയ്ത് എല്ലാം കുത്തി നിറയ്ക്കാണ്ട് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കണ വിധത്തിൽ മാത്രം നമ്മൾ ഇതിൽ മീഡിയം നിറയ്ക്കാൻ പാടുള്ളൂ. ഫെൻലോസിസ് നട്ട് പിടിപ്പിച്ച് ശീലങ്ങളൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും ഫെൻലോസിസ്, ഡെൻഡ്രോബിയം, ഈ ഓർക്കിഡ് വെറൈറ്റി പെട്ട ഒരു പ്ലാന്റുകൾ നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് നടാറില്ല. എല്ലാത്തിനും കരി അല്ലെങ്കിൽ ഈ കൊക്കോ ബീറ്റിലാണ് നടന്നത്. പിന്നെ നല്ല വായു സഞ്ചാരമുള്ള നല്ല ഇതേപോലെ തന്നെ ഹോളുകളുള്ള പോട്ടുകൾ നമ്മൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഫെൻലോസിസൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമ്മൾ അത്യാവശ്യം നടണതിന് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നട്ട് പിടിച്ചതിന് പിന്നെ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാത്ത നല്ല വെറൈറ്റികളുണ്ട്. പിന്നെ ഫ്ലവർ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസമൊക്കെ അതിൽ നല്ല രസമായിട്ട് അതിൽ തന്നെ നിൽക്കും. ബാക്കിയുള്ള പ്ലാന്റൊക്കെ ആണെങ്കിൽ ഒരു 3 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ ഈ ഓർക്കിഡിൽ ഇതൊക്കെ പോവും. പക്ഷേ ഈ ഫെൻലോസ് എന്നിട്ടുള്ള വെറൈറ്റി ഫ്ലവർ ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡുള്ളത്. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലാന്റ് സെറ്റായി നിൽക്കണ വെച്ച് മാത്രം കുറച്ച് കരി ഇതിട്ട് ഫില്ല് ചെയ്യണം ചെയ്യുക. പിന്നെ അത്യാവശ്യം വെള്ളം നനച്ചെടുക്കുക. ഡെയിലി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് പ്ലാന്റ് പെട്ടെന്ന് അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ നല്ല സൺലൈറ്റ് ഇട്ടുന്ന ഭാഗത്ത് മാത്രം ഈ പ്ലാന്റുകൾ വയ്ക്കുക. ഈ ഡയറക്റ്റ് വെയിലത്തുകൊണ്ട് വയ്ക്കാതിരിക്കുക. നമ്മളെ ഈ സൺസൈഡിൻ്റെ ഈ ലൈറ്റ് കിട്ടുന്ന ഭാഗത്തൊക്കെ മാത്രം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത ഫ്ലവർ കണ്ടില്ലേ, ഒരു കൊമ്പുമ്പോൾ നിറച്ച് തുമ്പികൾ വന്നിരിക്കണ പോലെയല്ലേ ബട്ടർഫ്ലൈ.
ഒരു കൂട്ടത്തോടെ വന്നിരിക്കേണ്ട ഈ ഒരു ഫീലാണ് ഈ ഫ്ലവറിന് എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ എൻ്റെ ചെറിയൊരു സംരംഭമാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് എടുത്ത വർക്കാണ്. ഈ ഓർക്കിഡിൻ്റെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ താമരയൊക്കെ നമ്മൾ അത്യാവശ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത ഫ്ലവറുകൾ കണ്ടില്ലേ. ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിൽ ഫ്ലവർ ആയിട്ടില്ല, ബഡ് വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് ഈ കാണുന്ന പോട്ടിലുള്ള ബഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇനിയും നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാതെ അതൊന്ന് ലൈക്ക് അടിച്ച് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ ഈ ഓർക്കിഡ്, ഈ താമര ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളെ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക.